BSc നഴ്സിംഗ് ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, ഇനി അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് അറിയാമോ, എന്താ ശ്രദ്ധ അറിയാമോ, പക്ഷെ എവിടെയാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നീറ്റ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് സ്ഥാപനങ്ങൾ BSc നഴ്സിംഗ് പഠിക്കാം. കേരളത്തിലാണ് BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്ന് 2000 വിളിക്കും. അപ്ലൈ ചെയ്യുന്ന സൈറ്റ് LBSന്റെ സൈറ്റാണ്. പക്ഷേ കേരളത്തിൽ ഒരു BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്ലസ് ടുവിന് എത്ര ശതമാനം മാർക്ക് വേണം പറഞ്ഞു കേട്ട, ധൈര്യമായിട്ട് പറഞ്ഞു 95 വേണം. കറക്റ്റ് ആവും. പിന്നെ എത്ര ശതമാനം മാർക്ക് വേണം? 95 എടുക്കും. ഇത് എപ്പോഴും അറിയണം. റിസൾട്ട് കാലത്തേക്ക് പറഞ്ഞാൽ മതിയോ? ഇല്ല, പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അറിയണം. 95 എപ്പോൾ മാർക്ക് മേടിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണം? വരച്ച് പഠിക്കണം. എങ്ങനെ പഠിക്കണം? വരച്ച് പഠിക്കണം. 3000 മീറ്റർ ഓടിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ബയോളജിയിൽ ഒരു 95 പാടാൻ പോലെ ചിലപ്പോൾ കമ്മ്യൂണിറ്റി അലോട്ട്മെന്റ് കിട്ടിയാൽ കിട്ടി. ചില വർഷങ്ങൾ 95 കിട്ടത്തില്ല, 94 കിട്ടിയ ചേർത്തുള്ളൂ. ഓരോ വർഷം വേരിയേഷൻ. ഇപ്പൊ 95 അടിച്ചിട്ടിട്ട് ബയോളജി സയൻസ് കിട്ടുമെന്ന് കഴിഞ്ഞാൽ പക്ഷെ ചിലപ്പോൾ കിട്ടാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ എത്ര രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒരു BSc നഴ്സിംഗ് കിട്ടാൻ വേണ്ടി ഏക ജാലകത്തിന് എത്ര രീതി അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എത്ര രീതി പറഞ്ഞു? ഏക ജാലകം മെഡിക്കാണ് കേട്ടോ. കറക്റ്റായിട്ട് പുള്ളി പറയുന്നത് നമ്മുടെ പേരെന്താ? പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ല അല്ലേ? മോളുടെ പേരെന്താ? പുള്ളി എനിക്ക് അടിപൊളിയാണ് എല്ലാവരും. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കാം, പ്ലസ് വണ്ണിന് പോകുന്നതിനും അറിയണം എത്ര വഴിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ അറിഞ്ഞിരിക്കണം പ്ലസ് ടുവിന് എടുത്തിട്ട് BSc നഴ്സിംഗ് ആണ് കേരളത്തിൽ പഠിക്കുന്നത് എത്ര ശതമാനം മാർക്ക് കൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ഒരു ഐഡിയ വെരി ഗുഡ്. അടുത്ത പോലെ എത്ര രീതിയിൽ നഴ്സിംഗ് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു വഴിയെ പറഞ്ഞോളൂ, LBS സെന്റർ വഴി. LBS സെന്റർ വഴി ഗവൺമെന്റ് സീറ്റിലേക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമാണ്. പിന്നെ എന്തുണ്ട്? പിന്നെ ഒരു 4 സൈറ്റ് വേറെയുണ്ട്. CPA, അതുപോലെ തന്നെ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ, സിമറ്റിന്റെ, ഇങ്ങനെ 4. ഇതും കൂടി ഈ കുട്ടി അറിഞ്ഞിരിക്കും. എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അലോട്ട്മെന്റ് പ്രോസസ് എന്താ, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിനുണ്ടാ മാർക്ക് കിട്ടിയോ? അറിയാൻ കിട്ടിയിട്ടില്ല. അപ്പൊ BSc നഴ്സിംഗ് കേരളത്തിൽ പഠിക്കാൻ, കേരളത്തിൽ പ്രൈവറ്റായിട്ട് പഠിക്കാം. 10-12 എടുത്തില്ല. കേട്ടില്ല, തമിഴ്നാട് അന്യസംസ്ഥാനം. കുഴപ്പമില്ല. അന്യസംസ്ഥാനത്തെ യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. പിള്ളേരുടെ യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ BSc നഴ്സിംഗ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ പഠിക്കാൻ വേണ്ടി പഠിക്കുക. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇനി എഞ്ചിനീയറിംഗ് വെച്ചിട്ട് മനസ്സിൽ ലക്ഷ്യം ഉണ്ടെങ്കിൽ ഈ വർഷം വെച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് പഠിക്കാൻ പറ്റില്ല? ഇതൊന്നും പറയേണ്ടതല്ലേ മോളോടെ വേദന എല്ലാവരും പറയും. എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കാം കേരളത്തിൽ? കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ 2-3-5 മാർക്കുണ്ട്. അതെല്ലാം എൻട്രൻസുകളാണ്. കീം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തം പരീക്ഷ. ആ കീം വെച്ച് എഴുതണമായി. അത് എഴുതണമെങ്കിൽ എപ്പോൾ അപ്ലൈ ചെയ്യണം? സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ നവംബർ മാസത്തിൽ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഇയർ കുട്ടി പരീക്ഷ എഴുതുന്ന മാസത്തില. അതിന് മുൻപുള്ള നവംബറിലോ ഡിസംബറിലോ ചിലപ്പോൾ ജനുവരിയിലോ ആണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുകയും ഈ കഴിഞ്ഞ 2 പരീക്ഷ ചെയ്യിപ്പിച്ചാൽ ആ പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വന്നു. ഇനി പ്ലസ് ടുവിന്റെ മാർക്ക് വന്നിട്ട് ആ മാർക്ക് കൂടി ചേർത്ത് 2 കൂടി ചേർത്ത് റാങ്കിങ് ഉണ്ടാക്കും. അപ്പൊ പ്ലസ് ടുവിന്റെ റിസൾട്ട് കഴിഞ്ഞ് കീം എഴുതാൻ വേണ്ടി പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം. അതെപ്പോ തീരുമാനിക്കണം? പ്ലസ് വണ്ണിന് കയറുമ്പോൾ തീരുമാനിക്കണം. മനസ്സിൽ കീമാണെങ്കിൽ പ്ലസ് വണ്ണിന് എടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ എവിടെ ചിന്തിക്കണം? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചിന്തിക്കണം കമ്പ്യൂട്ടർ അല്ല എഞ്ചിനീയറിംഗ് പഠിക്കണോ? എഞ്ചിനീയറിംഗ് ആണ് മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അപ്പൊ ബയോളജിയുടെ കളികെട്ടി അവിടെ ബയോളജിക്ക് കഴിവുകൾ കൊണ്ട് അവസ്ഥ ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോവാം. അവനെ എഞ്ചിനീയറിംഗിൽ പോയാൽ ടൈപ്പ് ചെയ്യാം. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലും ഒരു പേപ്പർ കമ്പ്യൂട്ടർ സയൻസിലൂടെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത്
കഴിയുമ്പോഴാണ് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് തിരുവനന്തപുരത്ത് പോകാം. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സയൻസ് നല്ല മാർക്ക് വേണം. അതെല്ലായിടത്തും വേണം കേട്ടോ. ഈ കൊമേഴ്സ് കഴിഞ്ഞിട്ട് ഒരു DLED അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെ ഒരു ടീച്ചർ ആകുന്ന അടിസ്ഥാന യോഗ്യത DLED അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 80% മാർക്ക് വേണം. മിനിമം 80% അല്ല, അപ്ലൈ ചെയ്യണമെങ്കിൽ 50% മതി. ആർട്ടിഫിഷ്യൽ കിട്ടണമെങ്കിൽ 80% മാർക്ക് വേണം. അപ്പൊ നമ്മൾ ഏത് കോഴ്സിലേക്ക് ചേർന്നാലും അവിടെ നല്ല മാർക്ക് കൂടെ പഠിച്ച് ജയിക്കണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? നമ്മള് ഏകജാലത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഹയർ സ്റ്റഡീസ് 2-3 പേരുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് സംശയമുണ്ടോ? ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച്? എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസുകൾ, മെഡിക്കൽ ഫീൽഡിലെ എൻട്രൻസുകൾ, പാരാമെഡിക്കലിലേക്ക് എൻട്രൻസ് ഇല്ല. പാരാമെഡിക്കൽ എന്ന് പറയുന്ന 13 ഡിഗ്രി കോഴ്സുകൾ, 13 ഡിപ്ലോമ കോഴ്സുകൾ, ഇതെല്ലാം +2 മാർക്ക് അടിസ്ഥാനമാക്കിയാണ്. ഈ വഴി ഒരു പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്, അതിന്റെ പേരാണ് ഫാർമസി. ബിഫാം എന്ന് കേട്ടിട്ടുണ്ടോ? ബിഫാം, എംഫാം. ഈ എംഫാം കഴിഞ്ഞ് PhD കഴിഞ്ഞാലോ? PhD കഴിഞ്ഞാലും സയന്റിസ്റ്റിന്റെ പ്രത്യേകത എന്താ? അയാൾ മരുന്ന് കണ്ടുപിടിക്കുന്നതാണ്, അയാൾ കണ്ടുപിടുത്തം കാരണം. അപ്പൊ സയന്റിസ്റ്റ് തന്നെയാണ് റിസർച്ച് ചെയ്ത് പുതിയ പുതിയ മെഡിസിൻ കിട്ടി. നമ്മുടെ കൊറോണ കാലത്ത് നമ്മളെല്ലാം ഒരു വർഷം പേടിച്ചാണ് അല്ലെ? നമ്മളെല്ലാം പേടിച്ചടക്കുമ്പോഴൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താ വാർത്ത? വാക്സിൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്, വാക്സിൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുക, വാക്സിൻ ആണോ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടോ? കേട്ടിട്ടേ ഇല്ലാത്ത പോലെ അവസാനം അത് വന്നില്ലേ? ഇതുപോലെ ഞാൻ ഈ വെജിറ്റേറിയനോട് പറഞ്ഞു, അവിടെ എങ്ങനെ ഫാർമസിക്കണമെന്നുണ്ടെങ്കിൽ ബിഫാം കഴിഞ്ഞ്, എംഫാം കഴിഞ്ഞ്, PhD കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് മരുന്ന് കൊടുക്കുന്ന ആളാണ്. മരുന്ന് കൊടുക്കുന്നതല്ല, അവരോട് മരുന്നിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. നമ്മൾ മെഡിക്കൽ ഡോക്ടർമാരെ കാണാൻ വേണ്ടി 1-2 ശാസ്ത്രം ബാഗായിട്ട് സുപ്രീം കോർട്ടൊക്കെ മരുന്നുണ്ടല്ലേ മെഡിക്കൽമാര്. ഇവര് മരുന്ന് കൊടുക്കുന്ന മരുന്നിന്റെ പ്രത്യേകത കണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു. ഇയാൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ചെല്ലും പല്ല് തന്നെ വേണ്ട, പല്ല് വേണ്ട ഇവിടെ ആ മറ്റേ മെഡിക്കൽ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നമുക്കൊരു പുതിയ കിട്ടും. അതാണ്. പക്ഷെ ആ മരുന്ന് ആർക്ക് കൊടുക്കണം പറഞ്ഞാലാ? ഈ മെഡിക്കലോട് പറഞ്ഞാൽ ഈ ഫാർമസിസ്റ്റ് അവനാണ് സയൻസ്. ഒന്ന് ഓർത്ത് വായിക്കേ, അവിടുത്തെ കടയിൽ കണ്ടി അവൻ പറയുന്ന മരുന്നാണ് ഡോക്ടർ കൊടുക്കുന്നത്. ഇനി സയൻസിനായി എഴുതാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സയൻസ് സബ്ജക്റ്റിന്റെ പ്രത്യേകത എല്ലാ എൻട്രൻസുകളും എഴുതാം, എല്ലാ ഹയർ സ്റ്റഡീസിനും പോകാം. അതാണ് സയൻസിന്റെ പ്രത്യേകത. പക്ഷെ ഈ എല്ലാ എൻട്രൻസുകൾക്കും എല്ലാ ഹയർ സ്റ്റഡീസിനും മിനിമം മാർക്കുണ്ട്. ഇപ്പൊ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ മോള് പറഞ്ഞതുപോലെ 95 BSc നഴ്സിംഗ് എഴുതി വെച്ചിട്ട് 98, 99, 100 എഴുതി വെക്കണം. ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതാണ് സയൻസിനെ പറ്റി. ഓക്കെ, എല്ലാ എൻട്രൻസുകളും. പിന്നെ കൊമേഴ്സ് ആണെങ്കിലോ, ഞാനിപ്പോ പറയുന്നത് എല്ലാ കുട്ടികളും പറയുന്നത് സാധ്യത കൊമേഴ്സിന് ഈ സയൻസിനേക്കാൾ കൂടുതൽ സാധ്യത. സയൻസിന്റെ ഡെവലപ്മെന്റ്സ് ബേസ്ഡ് ഓൺ കൊമേഴ്സ്. അതാണ് സയൻസിൽ ഒരു വികസനം നടക്കണമെങ്കിൽ അതിന്റെ പിന്നിലുണ്ട് കൊമേഴ്സ്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കെട്ടിപ്പടുത്താൻ കഴിഞ്ഞാൽ അവിടെ ആ ബിൽഡിംഗ് വന്ന് കൺസ്ട്രക്ഷൻ നടത്തി ആ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ ആര് വേണം? കുറെ മാനേജേഴ്സ് വേണം, കുറെ ചാർട്ടേഡ് അക്കൗണ്ട്, ചാർട്ടേഡ് കോഴ്സ് കഴിഞ്ഞവരെ വേണം. അവിടെ പോയിരുന്ന് മരുന്ന് കുറിക്കാൻ മാത്രമാണ് ഡോക്ടർ മരുന്ന് കുറിച്ചിട്ട് വീട്ടിൽ പോകും. ഈ മൊത്തം സംവിധാനം ഓടിക്കുന്നത് വേറെ ആൾക്കാർ. അപ്പൊ അവിടെയാണ് കൊമേഴ്സ് ആണല്ലോ. നിങ്ങൾക്ക് എഴുപത് നമ്മുടെ ഹൈവേ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എത്ര ലൈനാ ഹൈവേ? എത്ര ലൈനാ നമ്മുടെ ഹൈവേ? പോയിട്ടുണ്ടോ ചെറുപ്പത്തിൽ? നമ്മനീ പോയിട്ടുണ്ടോ? എത്ര ലൈനാ? ഒരു 8 എന്ന് പറയാം. 3-6 മെയിനും 2 സൈഡിലാണ്. അങ്ങനെ ഒരു 8 ലൈനിലാണ്. എന്തിനാണ് ഈ 6 ലൈനില് ഈ സംഭവം കണ്ടിരിക്കുന്നത്? എന്തിനാ? കൊമേഴ്സ്, ബിസിനസ്, ട്രേഡ്, ഇത് മുഴുവൻ കൊമേഴ്സുകാരുടെ തലയിൽ കൊടുക്കുന്ന സാധനം. ഇതെല്ലാം തൊഴിലവസരങ്ങൾ. ഇത് പറയാൻ കാര്യം ആ വിഴിഞ്ഞെന്ന് വന്ന പോർട്ടാണ്. എന്താണ് വിഴിഞ്ഞം പോർട്ട്? കേട്ടിട്ടുണ്ടോ? തൊഴിലവസരങ്ങളാണ് ഒത്തിരി. ഇപ്പൊ കൊമേഴ്സുകാരൻ ധൈര്യമായിട്ട് കേട്ടോ. കൊമേഴ്സിന്റെ ലോകമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമാണ്, ഏത് കോഴ്സ് എടുത്താലും അത് ടോപ്പായി. വെറുതെ അങ്ങോട്ടേക്കാണ് പേരന്റ് പോയി പഠിച്ചിട്ട് വരരുത്. പഠിക്കാൻ പോകുമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഭയം ചെയ്യുന്നവരെ അങ്ങനെ ഒരു വാരണിച്ച് കൂട്ടണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ വാരണിച്ച് കൂട്ടണം എന്ന് പറയുന്നത് നമ്മുടെ റൂമിന്റെ വാതിലാണ്. അങ്ങനെ എല്ലാവരും വെച്ചല്ലേ? അല്ല, നമ്മുടെ ചിന്തയുടെ വാതിലാണ്. ലോകത്തോടുള്ള നമ്മുടെ ഒക്കെ എല്ലാം ചെയ്യുന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ. ഇപ്പൊ കൊമേഴ്സുകാരുടെ ചാർട്ടേഡ് കോഴ്സുകളെന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് കോഴ്സുകളെന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സുകളെന്ന് പറഞ്ഞാൽ ആ കൊമേഴ്സുകാരുടെ മാത്രമായിട്ടുണ്ട്.
അതുകൂടാതെ ഞങ്ങളുടെ ഹ്യൂമാനിറ്റീസുകാരുടെ കോഴ്സുകളുണ്ട്. അപ്പോൾ ചാർട്ടേഡ് കോഴ്സുകൾ പറയാൻ പോകണമെങ്കിൽ മാത്തമാറ്റിക്സ് ഉണ്ടാകണം, അല്പം മാത്തമാറ്റിക്സിന്റെ ബേസ് ഉണ്ടാകണം. CM പോലുള്ള കോഴ്സുകൾ ചാർട്ടേഡ് കോഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് എന്ന് പറയുന്നത് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA. ഞാനീ പറഞ്ഞ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ 2 കോഴ്സുകളുണ്ട്. അതിന്റെ പേരാണ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. വലിയ മാത്തമാറ്റിക്സ് ഒന്നും വേണ്ട, വലിയ സയൻസ് ഒന്നും വേണ്ട, കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഈ ഒരു മേഖലയിലേക്ക് പോകും. ഓക്കെ, ഇനി ഹ്യൂമാനിറ്റീസിന്റെ പഠന സാധ്യതകൾ ഒരുപാടാണ്. അത് പഠിക്കുമ്പോഴും ജനിക്കും, എന്ത് പഠിപ്പിച്ചിരിക്കും. ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളൊക്കെ ചിരിച്ചിട്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോഴെങ്കിലും ഇതുപോലെ നല്ല പിള്ളേർ ചെയ്യും. അതിങ്ങനെ എന്താ കാര്യം അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സിൽ നിന്ന് പോയിട്ടുണ്ടോ? നമ്മളെ പോയിട്ടുണ്ടോ? ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടോ? എന്തെങ്കിലും അസുഖത്തിന് പോയിട്ടുണ്ടോ? യെസ് ഓർ നോ? പോയിട്ടു. അവിടെ ചെല്ലുമ്പോൾ ഈ ഡോക്ടർമാരെല്ലാവരും എങ്ങനെ ബാഗ് സുഖമല്ല സുഖമായിട്ടായിരിക്കുന്നത്. നമ്മുടെ മുഖത്ത് നോക്കുമോ? അവരുടെ മുഖത്ത് ചിരി ഉണ്ടാവുമോ? ഡോക്ടറെ പോകാതിരിക്കട്ടെ, പറ്റി പോയിട്ടു എന്നിട്ട് ചിരിച്ചോണ്ട് വേണം ഞങ്ങളൊക്കെ സ്വീകരിക്കാൻ കേട്ടോ. ഹ്യൂമാനിറ്റീസിനെ പറഞ്ഞാൽ അങ്ങനെയല്ല. അവൻ ഏത് ഫീൽഡിലോട്ട് പോയാലും ഉദാഹരണത്തിന് അവൻ ചെയ്യാവുന്ന ഏറ്റവും ടോപ്പ് സാധനം സിവിൽ സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പിന്നെ LLB സൂപ്പർ സാധനം. LLBയുടെ പ്രത്യേകത LLB LLBയുടെ പ്രത്യേകതരാവും. പണ്ട് 2 LLBയുടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ 6 സ്പെഷ്യലൈസേഷൻ. ആ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും കോഴ്സുകളാണ്. അത്രയും കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും തൊഴിൽ സാധ്യതകളാണ്. ഓക്കെ, LLB സൂപ്പറാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സൂപ്പറാണ്. പിന്നെ അടിപൊളി ഫീൽഡാണ് ടൂറിസമായിട്ടുണ്ട്. ഓക്കെ, IATA റെക്കഗ്നൈസ്ഡ് കോഴ്സ്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 3 വേർഡ്സിലെ ഒരു കുറേ അധികം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനകത്ത് ടൂറിസം ഉണ്ട്, അതിനകത്ത് പിന്നെ അഗ്രികൾച്ചർ ഉണ്ട്, അതിനകത്ത് മെഡിക്കൽ ഫീൽഡ് ഉണ്ട്, അതിനകത്ത് സെയിൽസ് ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓക്കെ, ലോ ഉണ്ട്. ഇങ്ങനെ എല്ലാ ഫീൽഡിലും കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡിന്റെ പേരാണ് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം സ്പെഷ്യലൈസ് ചെയ്യണം. അവിടെ എത്തണമെങ്കിൽ ഡിഗ്രി കഴിയും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? +2 2 വർഷം കഴിഞ്ഞുള്ള 3 വർഷത്തെ കോഴ്സിന്റെ പേരാണ് ഡിഗ്രി. ഓക്കെ, മക്കളെ പോകുന്ന വഴിക്ക് മാന്യമായിട്ട് പോയാൽ അടിച്ച് പൊടിച്ച് പഠിച്ച് മുന്നോട്ട് പോയി. 2-3 എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? 14% വെട്ടിവെച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന കാര്യമാണ്. എഴുതിയെടുത്ത് എല്ലാ പുസ്തകത്തിലും തമ്മിലാണ് എഴുതി. അത്രേ ഉള്ളൂ. Where there is a will, there is a way. Where there is a will, there is a way. എന്താ വില്ലെന്തോ? മനസ്സ്. വേണ്ടോ? വഴി. മനസ്സുണ്ടോ? അവിടെ എന്തുണ്ടോ? മാറുന്നു. ഓക്കെ, ബൈ ദ വേ, എല്ലാവർക്കും ഗുഡ് ലക്ക്. എല്ലാവരും ഗ്രഹിക്കേണ്ട നല്ല ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരു ജ്വലിക്കുന്ന മനസ്സോടുകൂടി ജീവിക്കുക കേട്ടോ. ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്ന മനസ്സോടെ ജീവിക്കുക. അപ്പോൾ ഒരു തടസ്സവും നമുക്കുണ്ടാവും. എല്ലാവരും ഗ്രഹിക്കേണ്ട നല്ല ഭാഗ്യം ഉണ്ടാകട്ടെ. കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും